തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേലെയാണോ LDFന്റെ നോമിനികൾ എന്നുള്ളതാണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ADS ഫണ്ടാണ് പൊതിയാത്തേങ്ങ എന്ന് പറയും. അഡ്വക്കേറ്റ് അരുൺ ആന്റണിയുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ തന്നെ വലിയൊരു തോടായിരുന്നു. നമസ്കാരം, ടോക്ക് വിത്ത് നിഷാദിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സത്യത്തിൽ ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത 2 വീഡിയോകളിൽ എനിക്കിപ്പോൾ ഒരു കോള് വന്നു. അപ്പോൾ അതിനൊരു മറുപടി വീഡിയോ കൂടി ചെയ്യണം എന്നുള്ളത്. മുളകുകാടിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന നിലയിലും പിന്നെ മജീദ് മാഷ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അരുൺ ആന്റണി നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ചില പോയിന്റ്സ് മാച്ച് ആവാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മജീദ് മാഷ് നമ്മൾ ബന്ധപ്പെടുകയായിരുന്നു. എന്നാൽ മജീദ് സാറിന്റെ ചോദിച്ചതിന് മജീദ് സാർ പറയുന്ന കാര്യങ്ങൾ കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് മുളകുകാടിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നമ്മുടെ റോഡിന്റെ വിഷയമായതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് വീണ്ടും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും മജീദ് മാഷ് പറയാനുള്ളത് എന്താണെന്ന് കേട്ട് നോക്കാം. ഗുഡ് മോർണിംഗ്, ഞാൻ മജീദ് ഹുസൈൻ, വൈപ്പിൻ നിയോജകമണ്ഡലത്തിലെ മുളകുകാട് നിന്നാണ് സംസാരിക്കുന്നത്. മുളകുകാട് റോഡിനെ പറ്റി കഴിഞ്ഞ ദിവസം ടോക്ക് വിത്ത് നിഷാദിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് അഡ്വക്കേറ്റ് അരുൺ ആന്റണി 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞ 3 കാര്യങ്ങൾ, ഒന്ന്, 2ാം ഘട്ട റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പോയപ്പോൾ അതിനെതിരെ പഞ്ചായത്ത് വിജിലൻസിൽ പരാതി കൊടുത്തില്ല എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് 2020 LDF ഭരണസമിതി പഞ്ചായത്ത് ഒഴിയുമ്പോൾ വെറും 10 പേര് മാത്രമായിരുന്നു 3ാം ഘട്ടത്തിൽ സ്ഥലം വിട്ടുകൊടുക്കാനുണ്ടായിരുന്നത് എന്നാണ്. മൂന്നാമത് പറഞ്ഞത് MLA ഫണ്ടിനെ കുറിച്ച് പരാമർശിച്ചില്ല എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളിലേക്കും വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കടക്കാം. ഒന്ന്, 2ാം ഘട്ട റോഡ് LDF ഭരണസമിതിയുടെ കാലത്താണ് ജിഡ നിർമ്മിച്ചത്. ജിഡ കിറ്റ്കോയുടെ സഹായത്തോടുകൂടി നിർമ്മിച്ചത്. അത് 6 മാസത്തിനുള്ളിൽ അത് പൂർണ്ണമായ തോതിൽ അത് നശിച്ചുപോയി. ഒരു തോടായിട്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അരുൺ ആന്റണിയുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ തന്നെ വലിയൊരു തോടായിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള താറാവിനെ കുളിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടന്നിരുന്നു. ഇപ്പോൾ 2020 വന്ന VS അക്ബറിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് മുളകുകാടിൻ്റെ ഏക റോഡാണിത്. ബോൾഗാട്ടി മുതൽ മുളകുകാട് വരെയുള്ള റോഡ്. അതിൽ ഈ 2ാം ഘട്ട റോഡ് വിജിലൻസിൽ പരാതി കൊടുത്തത് നീണ്ടുപോയാൽ ജനങ്ങളുടെ യാത്രാ ദുരിതം വർദ്ധിക്കുകയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അത് പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. അതിനാണ് 1,86,00,000 രൂപ ബഹുമാനപ്പെട്ട MP-യുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് വളരെ ഭംഗിയായ രീതിയിൽ കട്ടയിട്ട് പുനർനിർമ്മിച്ചു. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞത് 3ാം ഘട്ട റോഡ് 3,99,00,000 രൂപയ്ക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പായിട്ട് അതും പൂർത്തീകരിച്ചു. 1ാം ഘട്ട റോഡ് പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയാതിരുന്നതും MLA ഫണ്ടിനെ കുറിച്ച് നമ്മൾ പറയാതിരുന്നത്. പട്ടാള ക്യാമ്പ് മുതൽ വടക്കേറ്റം വരെയുള്ള ഭാഗമാണ് 1ാം ഘട്ട റോഡ് എന്ന് പറയുന്നത്. ആ 1ാം ഘട്ട റോഡിൽ ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ 45 ലക്ഷം രൂപ മുടക്കി തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തത് VS അക്ബറിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ്. പട്ടാള ക്യാമ്പ് മുതൽ പാപ്പൂഞ്ഞിക്കട വരെയുള്ള ഭാഗം കട്ടയിട്ട് ഭംഗിയാക്കി. ആ ഒരു അടിസ്ഥാനത്തിലാണ് 2ാം ഘട്ട റോഡും കട്ടയിട്ട് ഭംഗിയായി പണിയാനായിട്ട് പ്രചോദനം ഉൾക്കൊണ്ടത്. അതേ മാതൃകയിലാണ് 3ാം ഘട്ട റോഡ് ഞങ്ങൾക്ക് ടാറ് വേണ്ട, കട്ടയിട്ട് പണിതാൽ മതിയെന്ന് നമ്മൾ പ്രപ്പോസൽ വെച്ചതും അങ്ങനെയാണ്. ഈ 1ാം ഘട്ട റോഡിൽ ബഹുമാനപ്പെട്ട MLA KN ഉണ്ണികൃഷ്ണൻ 80 ലക്ഷം രൂപ ആദ്യം തന്നിരുന്നു. അത് പാപ്പൂഞ്ഞിക്കടവ് മുതൽ കേരളേശ്വരം വരെയുള്ള ഭാഗം. അത് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ADS ഫണ്ടാണ്. പൊതിയാത്തേങ്ങ എന്ന് പറയും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊതിയാത്തേങ്ങ. ഇതാരും വർക്കെടുക്കത്തില്ല. വർക്കെടുത്താൽ തന്നെ 12 മുതൽ 16 മാസം വരെ അതിൻ്റെ ഫണ്ട് ലഭിക്കാനായിട്ട് കാലതാമസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും തന്നെ വർക്കെടുക്കില്ല. ADS ഫണ്ട് ആരും തന്നെ എടുക്കത്തില്ല. നമുക്ക് പരിശോധിച്ചാൽ അറിയാം ADS ഫണ്ട് കൊടുത്തിരിക്കുന്ന എത്ര നിർമ്മാണങ്ങൾ പൂർത്തിയായി എന്ന് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ. MLA മുളകുകാട് ഗ്രാമപഞ്ചായത്തിൽ ചെലവഴിച്ച കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതിൽ എത്ര പ്രവൃത്തികളാണ് അതിൽ പൂർത്തീകരിക്കപ്പെട്ടതെന്ന് നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ അതിനുശേഷം ഒരു 55 ലക്ഷം രൂപ തന്നത് കേരളേശ്വരം മുതൽ ടവർ ലൈൻ വരെയുള്ള ഭാഗത്തിനാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതും ഇതുപോലെ നമ്മളൊരു കോൺട്രാക്ടറെ കണ്ട് കാല് പിടിച്ച് അത് വർക്ക്
തുടങ്ങിയിട്ടുണ്ട്, അത് പൂർത്തിയായിട്ട്. അതുകൊണ്ടാണ് ഒന്നാം ഘട്ട റോഡിനെ കുറിച്ച് പറയാൻ. അതിനുശേഷം ടവർ ലൈൻ മുതൽ വടക്കേറ്റം വരെ ജിഡ ഫണ്ടാണ്, 78 ലക്ഷം രൂപ ജിഡ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തത്. അത് കാരണം അന്ന് നമ്മൾ ജിഡയോട് പറഞ്ഞിരുന്നു, കാരണം ഈ രണ്ടാം ഘട്ട റോഡ് ഇത്ര മോശമായി പോയി, ഞങ്ങളുടെ 1,86,00,000 രൂപ, അതായത് തനത് ഫണ്ട് ഉൾപ്പെടെ ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കോമ്പൻസേഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ബാക്കിയുള്ള റോഡിനുള്ള തുക ജിഡ തന്നെ തരണമെന്ന് നമ്മളൊരു നിവേദനം നമ്മൾ കൊടുത്തിരുന്നു. അത് പ്രകാരമാണ് 78 ലക്ഷം രൂപ ടവർ ലൈൻ മുതൽ വടക്കേറ്റം വരെ തന്ന് ജിഡ ഫണ്ട് തന്നത് പൂർത്തീകരിക്കപ്പെട്ടത്. പിന്നെ മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത്, 10 വീട്ടുകാർ മാത്രമാണ് മൂന്നാം ഘട്ടത്തിൽ വിട്ടുകൊടുക്കാൻ. 2020 LDF പഞ്ചായത്ത് ഭരണസമിതി വിടുമ്പോൾ 10 വീട്ടുകാരല്ല, 30 വീട്ടുകാർക്ക് സമ്മതപത്രം എഴുതി കൊടുത്തതാണ് നമ്മൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ, നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ 30ഓളം വീട്ടുകാർക്ക് നമ്മൾ സമ്മതപത്രം എഴുതി കൊടുത്തിരുന്നു. 200 രൂപ പ്രവർത്തകരിൽ നിന്ന് സംഭാവന എടുത്ത് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഞങ്ങൾ റോഡിന് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം ചെറിയ ചെറിയ ന്യൂനതകൾ മുഖേന ഇവരെ പറഞ്ഞയക്കുമ്പോൾ ഈ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് പിന്നീട് കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ എഴുതി കൊടുത്തു. 30ഓളം പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 എന്നുള്ളത് അവിടെ കണക്ക് ശരിയാകത്തില്ല. അതുപോലെ 40ഓളം മതിലുകളും വേലികളും പൊളിച്ച് പ്രവർത്തകരിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് നിർധനരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് എടുക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ വേലി നിർമ്മിച്ചു കൊടുക്കുകയും ചില സ്ഥലങ്ങളിൽ മതിൽ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാതെ പോകരുത്. ഇതിൻ്റെ വീഡിയോയും ഫോട്ടോസും എല്ലാം ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മളതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് രാഷ്ട്രീയം, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അരുൺ ആന്റണിയോട് ഇന്റർവ്യൂ നടത്തുന്ന ബഹുമാനിയായ വനിത ചോദിക്കുന്നുണ്ട്, UDF പറയുന്നത് UDF വന്നാൽ അതിൽ രാഷ്ട്രീയമൊന്നും കാണില്ല, എല്ലാവരെയും ഒരുപോലെ സമഭാവനയോടെ കാണും, അതെന്താണ് അങ്ങനെ പറയുന്നത്? അതിപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജിഡ കൗൺസിലുണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അതായത് LDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ MLAയും LDFൻ്റെ MLAയും അതുപോലെ 2 നോമിനികളും മാത്രമാണ്, LDFൻ്റെ നോമിനികളും മാത്രമാണ്. എനിക്ക് മനസ്സിലാകാത്തത്, തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മേലെയാണോ LDFൻ്റെ നോമിനികൾ എന്നുള്ളതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരുടെയും പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവരാണ് കാര്യങ്ങൾ ജിഡ കൗൺസിലിൽ ഉന്നയിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട MP എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ MP ആണ്, അതിൽ രാഷ്ട്രീയമില്ല. അപ്പോൾ MPയെയും UDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒഴിവാക്കിക്കൊണ്ട് ജിഡ കൗൺസിൽ പുനഃസംഘടിപ്പിച്ചപ്പോൾ 2 LDF നോമിനികളെയാണ് വെച്ചത്. ആ നോമിനികൾക്ക് മറ്റ് റോളുകളൊന്നുമില്ല. ഈ കാര്യത്തിൽ, ഈ റോഡിൻ്റെ കാര്യത്തിലോ മറ്റോ റോളുകളും കാര്യങ്ങളും ഒന്നുമില്ല. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. UDF ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് UDF ഒന്നിലും രാഷ്ട്രീയം കാണുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞ വൈപ്പിൻ 20 വർഷമായിട്ട് വൈപ്പിൻ നിയോജകമണ്ഡലത്തിൽ LDF തന്നെയാണ്. പുരുഷോത്തമൻ സാറുണ്ടായിരുന്നു വൈപ്പിൻ നിയോജകമണ്ഡലത്തിൽ. അത് കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് 15 വർഷത്തോളം, 10 വർഷം ശർമ്മ സാറുണ്ടായിരുന്നു, 5 വർഷം KN ഉണ്ണികൃഷ്ണൻ സാറുണ്ടായിരുന്നു. അങ്ങനെ 20 വർഷത്തോളം LDFൻ്റെ കയ്യിലായിരുന്നു. അപ്പം ഞാൻ ടോക്ക് വിത്ത് നിഷാദിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് LDFൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 15 വർഷം മുമ്പ്, അല്ലെ ഈ 15 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട വേറെ മറ്റാരുമല്ല. അപ്പം ആ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, വല്ലാർപാടം പനമ്പുകാട് റിംഗ് ബണ്ട് റോഡ് നിർമ്മാണത്തിന് മുൻകൈയെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ വല്ലാർപാടം പനമ്പുകാട് റിംഗ് ബണ്ട് റോഡ് ഈ കഴിഞ്ഞ 15 വർഷവും അതുപോലെ തന്നെ പ്രശ്നങ്ങളായിട്ടിരിക്കുകയാണ്. അവിടെ ഉപ്പുവെള്ളക്കെടുതിയിൽ നിന്നുള്ളത്. മറ്റൊന്ന്, മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കും. അതും ടോക്ക് വിത്ത് നിഷാദിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഹഡ്കോയുടെയും അതുപോലെ മറ്റ് കുടിവെള്ള പദ്ധതികളെയും കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതായത് 30 വർഷമുള്ള പൈപ്പ് ലൈനുകൾ മാറ്റാതെ മറ്റെന്ത് പദ്ധതികൾ കൊണ്ടുവന്ന, കടമ്പ്രയാറ് പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നാലും ഈ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകില്ല. അതും ഒരു 15 വർഷം കയ്യിൽ, അല്ലെ 20 വർഷം വൈപ്പിന് ഉൾപ്പെടുന്ന മണ്ഡലം 20 വർഷം LDFൻ്റെ കയ്യിലിരുന്നിട്ട് നടക്കാത്ത കാര്യങ്ങളാണ് വീണ്ടും പ്രകടനപത്രികയിൽ. മുനമ്പം മുസ്രീസ് ബീച്ച്, ചെറായി, കുഴിപ്പള്ളി, എടവനക്കാട്, പുതുവൈപ്പ് ബീച്ചുകൾ ബീച്ച് ടൂറിസം സർക്യൂട്ടിൻ്റെ ഭാഗമായി വികസിപ്പിക്കും. അതും നമ്മൾ ടോക്ക് വിത്ത് നിഷാദിൽ പറഞ്ഞിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, ടൂറിസത്തിന് ഏറ്റവും
പ്രാധാന്യമുള്ള ഒരു വില്ലേജ് ടൂറിസത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗങ്ങളാണ്, അത് വികസിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ കടമക്കുടി, മുളവുകാട്, പനമ്പുകാട് പ്രദേശത്തെ ദ്വീപ് സമൂഹങ്ങളെ ടൂറിസം വിഭാഗം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതും നമ്മൾ പറഞ്ഞതാണ്, ഇതാണ് പറഞ്ഞത്. കാരണം ഈ 15 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് കാര്യമില്ല. കായൽ ടൂറിസം വികസനത്തിന് വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. നമ്മൾ പറഞ്ഞു ഈ കായൽ 2004 പാലം കരയിൽ മുട്ടി, പാലം വന്നു, വൈപ്പിൻ നിവാസികൾക്ക് പാലം വന്നു. അന്നും കായൽ ഇവിടെ തന്നെ ഉണ്ട്. തീരദേശ റോഡ് അല്ലെ കണ്ടെയ്നർ റോഡുകൾ കഴിഞ്ഞ് ആ കായലെല്ലാം ഈ 8 പഞ്ചായത്തുകളിലും ഉണ്ട്. ആ കായൽ ടൂറിസത്തിന്റെ കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. അതുപോലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പൊക്കാളി കൃഷിയും മത്സ്യകൃഷിയും ബന്ധപ്പെടുത്തി ഫാം ടൂറിസം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അത് നല്ല കാര്യമാണ്. കാരണം അത് ഇതുവരെയും നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുപോലെ വേലിയേറ്റ വെള്ളക്കയറ്റം മൂലമുള്ള പ്രശ്ന പരിഹാരത്തിന് സമഗ്ര പദ്ധതി നടപ്പിലാക്കും. ഇത് തന്നെയാണ് പറയുന്നത്. ഈ 8 പഞ്ചായത്തുകളുടെ ചെറിയ തനത് ഫണ്ട് കൊണ്ട് വലിയ ഓട്ടോമാറ്റിക് സ്ലൂയിസുകളെ പോലെയുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയില്ല. അതൊരു MLAക്കേ കഴിയുള്ളൂ. അപ്പോൾ അത് നടപ്പിലാക്കണമെന്ന് ഉപ്പുവെള്ളക്കെടുതിയിൽ നിന്നുള്ള പരിഹാരത്തിന്, അതുപോലെ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓട്ടോമാറ്റിക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പദ്ധതികൾ, മേജർ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ ഒരു MLAക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു കാര്യം ഇപ്പോഴും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. ഗോശ്രീ സമാന്തര പാലത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞു DP വേൾഡും ഗ്രാൻഡ് ഹയാത്തും അതുപോലെ കണ്ടെയ്നർ റോഡും ഉള്ളതുകൊണ്ട് ഈ 8 പഞ്ചായത്തിലെയും ആളുകൾ എറണാകുളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. 8 പഞ്ചായത്തിലെയും എറണാകുളത്തെ ആശ്രയിച്ച് ഫ്ലാറ്റുകളിൽ പോകുന്ന അമ്മമാരുണ്ട്, ഫ്ലാറ്റുകളിൽ ദൈനംദിന ജോലിക്ക് പോകുന്ന, വീട്ടു ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്, കടകളിൽ പോകുന്ന സെയിൽസ് ഗേൾസ് ഉണ്ട്, അതുപോലെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ 2 വരി ഗോശ്രീ ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഗോശ്രീ ബ്രിഡ്ജിന് സമാന്തരമായിട്ടൊരു പാലം നിർമ്മിച്ച് ഈ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം കാണാനായിട്ട് ഇപ്പോഴും പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ സംസ്ഥാന ബജറ്റിൽ 1 രൂപ പോലും മാറ്റിയിട്ടില്ല, ഒരു ടോക്കൺ പോലും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 9-ാം തീയതി ഇനിയിപ്പോൾ പടിവാതിൽക്കലാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുക. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 9-ാം തീയതി നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്കാണ് പോകുന്നത്. പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ആർജവമുള്ള, നല്ല വികസന കാഴ്ചപ്പാടുള്ള ഈ 20 വർഷത്തെ മുരടിപ്പ് മാറ്റുന്നതിന് വേണ്ടി കൈപ്പത്തി അടയാളത്തിൽ ശ്രീ ടോണി ചമ്മണിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.